BJPയുടെ ഒരു പ്രമുഖ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം BJPയുടെ പ്രമുഖ നേതാവുമായിരുന്നില്ല. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് MP ആയി ആദ്യം. അപ്പോൾ BJP ഒന്നുമല്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്കും BJPയുടെ ഭാഗമായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തുറന്നടിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജീവ് ചന്ദ്രശേഖർ പ്രധാന കോർപ്പറേറ്റ് മുതലാളിയാണെന്നും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് മുമ്പ് MP ആയതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. NGO യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് BJPയിലൊന്നും ആയിരുന്നില്ല. പിന്നീട് സ്വാധീനവും പണവും ഉപയോഗിച്ചാണ് മന്ത്രിയായത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും മുതലാളിമാരായിരുന്നില്ല. എന്നാൽ അതിന് മാറ്റം വരുത്തിയത് BJPയാണ്. ഭാര്യാപിതാവിനെ വഞ്ചിച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇതിൽ ഒരക്ഷരം മിണ്ടാനില്ല. 500 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. BJP നേതാക്കൾക്ക് ഇയാളോടുള്ള 5 സ്റ്റാർ രീതിയുടെ ശക്തമായ എതിർപ്പുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂമി തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ കീഴിൽ SIT അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIക്കും MV ഗോവിന്ദൻ മറുപടി നൽകി. സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് CPIM മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല. എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയും. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. 1957 സർക്കാരിനെ നയിച്ച EMS മുതൽ ഇത് പറയുന്നുമുണ്ട്. അത് 2025 ബാധകമാണ്. ബാക്കി പറയേണ്ടി വരും. പിന്നീട് പറയാം. പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്റേതര പ്രവർത്തനവും രണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.